സമൂഹ മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിപ്പിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയതിൽ കടുത്ത പ്രതിഷേധമുയരുകയാണ്. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ബസ്സിൽ വെച്ച് യുവതിയോട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെയാണ് ആത്മഹത്യ. ദീപക് വലിയ മനോവിഷമത്തിലായിരുന്നുവെന്നും യുവതിക്കെതിരെ നടപടി വേണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ദീപകിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അർജുൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ദീപക് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പ്രചരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതായത് യുവതി വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത് വൈറലാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതായത് തന്നെ ലൈംഗികപരമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലാണ് യുവതി ഇത്തരത്തിലൊരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തത്. എന്തിനാ തന്നെയും ഇന്ന് ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഇന്ന് രാവിലെയാണ് നടന്നത്. പക്ഷേ ബന്ധുക്കൾ ആരംഭിക്കുന്നത് ദീപക് അത്തരത്തിലുള്ള ഒരാളല്ല, ഒരിക്കലും ദീപകിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. എന്തിനാ തന്നെയും ദീപകിന്റെ ഒരു കസിൻ നമ്മളോട് ചേരുന്നുണ്ട്. ഇന്ന് രാവിലെയായിരുന്നു, ഇങ്ങനെയായിരുന്നു ഇത് 2 ദിവസം മുന്നേ ദീപക് ജോലിക്ക് പോയ സമയത്ത് പയ്യന്നൂർ ബസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. എന്ത് ഇൻസിഡൻ്റ് ആണെങ്കിലും ആ കുട്ടി ആ സമയത്ത് പ്രതികരിക്കാണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഒരാൾ ജീവൻ പോയിട്ട് പ്രതികരിച്ചിട്ട് കാര്യമില്ല. അത് ആ സമയത്ത് പ്രതികരിക്കണമായിരുന്നു. ആ ജനങ്ങൾ കൂടെ നിൽക്കുമായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ. പക്ഷെ ആ വീഡിയോയിൽ കാണുന്നുണ്ട് കുട്ടി ചിരിച്ചുകൊണ്ടാണ് ആ വീഡിയോ എടുത്തത് തന്നെ. അതിൽ തന്നെ നമുക്ക് തെളിയുന്നുണ്ട് കുട്ടിയുടെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത്. പക്ഷേ ആ കുട്ടി ചെയ്ത ഒരു പ്രവൃത്തി കൊണ്ടുണ്ടായിരിക്കുന്ന ഒരു ജീവൻ നഷ്ടപ്പെട്ടു. ഒരു അച്ഛനമ്മയും ഒറ്റയ്ക്കായി, അവർക്കൊരു ആശ്രയം പോലും ഇല്ല. ഇനി അവരുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ അവർക്കൊരു ജോലിക്ക് പോകുമ്പോഴും അവധിയില്ലാത്ത ഒരാൾക്കാരാണ് അവരുണ്ടവരും. അവരുടെ ഒറ്റ മകനാണ്. അവരുടെ ഈ ദീപകിൻ്റെ ആശ്രയത്തിലായിരുന്നു ഈ കുടുംബം മുന്നേ പോയിക്കൊണ്ടിരുന്നത്. ആ കുടുംബമാണ് ഇന്നിപ്പോൾ അന്യതിനായി കിടക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയില്ല. ആ കുട്ടി വ്ലോഗ് ചെയ്തു, ആ കുട്ടിയുടെ സന്തോഷം അവിടെ കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്ന വളരെ മോശമായൊരു പ്രവൃത്തിയാണ്. ഇന്ന് ഞങ്ങൾ രാവിലെ വന്ന് നോക്കുമ്പോൾ അവൻ അവിടെ എന്താ പറയുക, അവന് നമുക്ക് പറയാൻ വാക്കുകളില്ല. ആ രീതിയിലാണ് അവൻ്റെ ബോഡി നിന്നിരുന്നത്. അത്രയും വിഷമം സഹിക്കാണ്ട് അവൻ അതങ്ങനെ ചെയ്യില്ല. രാത്രി 12 മണി വരെ അവൻ്റെ സുഹൃത്തായിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് രാവിലെ നിയമ നടപടിക്ക് പോകണമെന്ന് പറഞ്ഞ് കിടന്ന ഒരാൾ വെറും ഒരു 5-6 മണിക്കൂർ കൊണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അത്ര വിഷമം ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. പോലീസുമായിട്ട് ബന്ധപ്പെടുക അങ്ങനെ എന്തെങ്കിലും? പോലീസുകാർ വന്നിരുന്നു. രാവിലെ 8 മണി മുതൽ പോലീസുകാർ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇൻക്വസ്റ്റ് നടപടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ബോഡി കൊണ്ടുപോകുമ്പോൾ ഏകദേശം 11:30-12 മണി ആയി പോയിട്ടുണ്ട്. എന്താ ഡിലേ ചെയ്തെന്ന് അറിയില്ല. പക്ഷേ എന്നിരുന്നാലും പോലീസ് വന്നു, കാര്യങ്ങൾ നോക്കി പോയി എന്നല്ലാണ്ട് ഇന്നിപ്പം ബോഡിൻ്റെ കാര്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് അറിയാൻ വേണ്ടത്. എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിയില്ല. പക്ഷേ അവിടെയും ഒരു അമാന്തം ഉണ്ടായിട്ടുണ്ടെന്നാണ് സംശയിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ലാഗ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പോയി വന്ന ആൾക്കാരൊക്കെ പറയുന്നത്. അവിടെ പോയിട്ട് അവിടെ വിമർശന ആൾക്കാരൊക്കെ പോയ സമയത്ത് ഒരു കേസ് എടുക്കാണ്ട് SI CA കേൾക്കാണ്ട് പോയി എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്താണെന്നുള്ളത് ബാക്കി ഇനി നോക്കണം. തീർച്ചയായും ഇത്തരത്തിൽ തന്നെയാണ് വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് എന്തായാലും തന്നെയും ഉണ്ടായിട്ടുള്ളത്. ഈ പോലീസിൻ്റെ അടുത്ത് ചെന്നെങ്കിലും പോലീസിൻ്റെ അടുത്തൊന്നും കാര്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ആരോപണം കൂടിയാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്.